ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ അടി കെട്ടി നിൽക്കുകയാണ് 3 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ. ബ്രോഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഒന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ്, അതിൽ പരാജയമുണ്ടായി. രണ്ടാമത്തേത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതിൽ പരാജയമുണ്ടായി. ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്, അതിലും പരാജയമുണ്ടായി. അതിന്റെ കൂടെയാണ് നമ്മൾ ദിവസേന ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർണ്ണത്തിന്റെ കട്ടി, സായിപ്പിന്റെ ചട്ടി, ഇങ്ങനെയുള്ള കുറേയധികം വിഷയങ്ങൾ. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവരൊരു CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് കരുതുക, ശുപാർശ ചെയ്യുന്നു എന്ന് കരുതുക. UDF-ന് ദോഷമല്ല ഉണ്ടാക്കുന്നത്, UDF-ന് ഗുണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സതീശൻ ഇൻസ്റ്റന്റ് ആയിട്ട് ഹീറോ ആയിട്ട് മാറും. അത് അന്വേഷണം പൂർത്തിയായാലും ഇല്ലെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്, കോൺഗ്രസിനെ UDF-നെ ഹെൽപ്പ് ചെയ്യുകയാണ് എന്നുള്ള ഒരു വിവരം, ആ വിവരം നിയമപരമായിട്ടുള്ള വിവരമല്ല, അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിവരമാണ്. ആ വിവരം CPM-നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്ന് അതിൽ വലിയ പരാജയം അഴിച്ചു കിട്ടിയതിന് ശേഷവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയിക്കോട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ ആയിക്കോട്ടെ, അനുദിനം നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ വിവരം അവർക്കുണ്ട് എന്ന് തോന്നുകയില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.